ഞങ്ങൾ ഇന്നെല്ലാവരും സക്കീർ ബ്രോൻ്റെ വീട്ടിൽ കൂടിയിട്ടുള്ളത് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. സക്കീർ ബ്രോൻ്റെയും സാലിമോളുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണിന്ന്. കൂടാതെ റിജോ ബ്രോൻ്റെ അമ്മ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മേനെയും കണ്ടു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അമ്മയോട് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഇനി ഒരാളും കൂടെ വരാനുണ്ട്, എന്നിട്ട് വേണം നമുക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ആൾ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് ആൾ റൂമിലെത്തി. കൂട്ടത്തിലെ VIP ആയതുകൊണ്ട് രണ്ടുപേരെ വാതിൽക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നു വെൽക്കം ചെയ്യാനായിട്ട്. കുറച്ച് നേരം ഞങ്ങളെല്ലാവരും കൂടെ കോമഡിയൊക്കെ അടിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ പുറത്തോട്ടിറങ്ങി. തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകാനായിരുന്നു പ്ലാൻ. അതുകൊണ്ട് വണ്ടി എടുത്തില്ല. ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ നടന്നു. റിജോ ബ്രോൻ്റെ അമ്മ പെട്ടെന്ന് ഞങ്ങളുടെ ടീമുമായിട്ട് ബ്ലെൻഡായി. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി. അങ്ങനെ അലമ്പാനൊക്കെ പറ്റിയ ആംബിയൻസ് ഉള്ള ഒരു ടേബിൾ കണ്ടുപിടിച്ച് നമ്മളെല്ലാവരും അവിടെ ഇരുന്നു. വെഡ്ഡിങ് ആനിവേഴ്സറി ആകുമ്പോൾ കേക്ക് മസ്റ്റ് ആണല്ലോ. അങ്ങനെ നമ്മൾ കേക്കൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതിനടുത്ത് നേരെ ഇവിടെ എടുത്ത് വെച്ചോ, വെക്കാൻ പാടില്ല. മറ്റേ ശുഭലക്ഷണമൊക്കെ പോകും. എന്താ പറയാ, അങ്ങനെ കുട്ടിക്ക് തരാം. അല്ല, അവളെ തിന്നുന്നതിന്റെ എനിക്ക് എടുക്കാൻ പറ്റില്ല. അത് നല്ല രസമുണ്ടായിരുന്നു. ലൈറ്റ് കിട്ടും. പഴയ പരിഷ്കാരം. അങ്ങനെ ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറിയൊക്കെ വിഷ് ചെയ്ത് ഞങ്ങളുടെ സക്കീർ ബ്രോയും സാലിമോളും കൂടെ കേക്കൊക്കെ മുറിച്ചു. കേക്ക് തുറന്നപ്പോഴേ അതിൽ സ്ട്രോബെറി ആയിരുന്നു ഞാനും സാലിയും ശ്രദ്ധിച്ചത്. 2 സ്ട്രോബെറി ഉണ്ടായിരുന്നു. അതിലപ്പം തന്നെ ഞങ്ങൾ പറഞ്ഞു, ഒരു സ്ട്രോബെറി എനിക്കും ഒരു സ്ട്രോബെറി നിനക്കും ഒന്ന്. പക്ഷേ കേക്ക് കട്ട് ചെയ്തതിന് ശേഷമേ സ്ട്രോബെറി തരുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അത് കട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. പോയി